ഹലോ. അതെ, നമുക്കിത് സീരിയൽ റോബറി ആക്കിയാലോ? എന്ത്? ഐ മീൻ സെയിം പാറ്റേൺ റോബറി കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നു. നോ ഫിംഗർ പ്രിന്റ്, നോ CCTV, ഓൾ ബ്ലാക്ക് മണി. പോലീസിന് മനസ്സിലാവുന്നില്ല ഇതൊരു സീരിയൽ റോബറി ആണെന്ന്. പക്ഷേ ജയഗണേഷ് ഇത് ക്രാക്ക് ചെയ്തു. ഹൗസ് ദാറ്റ്? അത് കൊള്ളാം, ഇത് വർക്കാവും. ആഞ്ഞു പിടിച്ചോ. എപ്പോഴത്തേക്ക് സ്കെച്ച് റെഡിയാവും? ഞാനതിൻ്റെ ജോലിയിലാ. ഇത് തന്നെയാണോ രാത്രി മുഴുവൻ പണി? എനിക്ക് ഡ്യുവൽ ലൈഫ് ഉണ്ട്. രാവിലെ ഗ്രാഫിക് ഡിസൈനർ, രാത്രി പാർട്ട് ടൈം ഡിറ്റക്റ്റീവ്. എൻ്റെ അമ്മോ, എന്നിട്ട് എത്ര കേസ് തെളിയിച്ചു? കേസ് ഞാൻ ഉടനെ തന്നെ ഒരെണ്ണം തെളിയിക്കും. കാണണം? കാണണം. അപ്പോൾ കൊണ്ട് കുറച്ച് പണിയുണ്ട്. ഹലോ സൈബർ സെൽ. കോരപ്പത്ത് ജ്വല്ലറിൽ ഇന്ന് നടന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവം ഒന്നല്ല. പല ഡിസ്ട്രിക്റ്റിലായി 12 റോബറി ഇതുവരെ നടന്നിട്ടുണ്ട്. വാട്ട്? ദാറ്റ്സ് ഇസ് പാറ്റേൺ. നോർമലി ഇന്റർ ഡിസ്ട്രിക്ട് സീരിയൽ ക്രൈംസ് അത്ര പെട്ടെന്ന് പോലീസിന് റഡാറിൽ പെടില്ല. ഓൾസോ അയാൾ ഡിസ്ട്രിക്ട് റിപ്പീറ്റ് ചെയ്യാറില്ല. കണ്ണൂരിലെ MP ഹൗസ്, തിരുവനന്തപുരത്തെ കറപ്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഓഫീസ്. പൈസ പോയവർക്ക് ബ്ലാക്ക് മണി ആയതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്ത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ അടുത്ത ടാർഗറ്റ് തൃശ്ശൂരിലൊരു കുറി കമ്പനിയാണ്. ഇത് തോട്ടത്തിൽ ഫിനാൻസ്, ഓർപ്പണപ്പുറം കുറീസ്. നിങ്ങളാരാണ്? കൊച്ചിയിലെ കോരപ്പത്ത് ജ്വല്ലറിയിലടക്കം 12 വലിയ മോഷണങ്ങൾ നടത്തിയ വടക്കേപ്പുറത്ത് രാജനെ തൃശൂർ വെസ്റ്റ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. തൃശൂരിലെ തോട്ടത്തിൽ ഫിനാൻസിൽ സമാനമായ രീതിയിൽ കവർച്ച നടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. CCTVയിൽ ദൃശ്യങ്ങൾ പതിയുന്നില്ല, ഫിംഗർ പ്രിന്റ് ഇല്ല, പൂട്ട് പൊളിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ ഈ മോഷണങ്ങൾ നടത്തുന്നത് എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യം. ജ്യോതി, ആ വടക്കേപ്പുറത്തെ രാജന്റെ ബാക്ക് സ്റ്റോറി റൺ ചെയ്തോ? ഇല്ല, ഗ്രാഫിക്സ് ഇപ്പോൾ വന്നേ ഉള്ളൂ. വെരി ഗുഡ്. ഇനി അത് കൊടുക്കണ്ട. സർ, അതൊരു ജെനുവിൻ സ്റ്റോറിയാണ്. അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ഇന്നലെ മോഷ്ടിക്കാൻ കയറിയത്. അതല്ല, അയാളല്ല കള്ളൻ. ഇതേ മോഡസ് ഓപ്പറണ്ടിയിൽ ഇന്നലെ പണപ്പുറം കുറീസിൽ ഒരു മോഷണം നടന്നു. ഫിംഗർ പ്രിന്റും ഇല്ല, CCTV ഇല്ല, ഒരു പുല്ലും ഇല്ല. അപ്പൊ ആ വാർത്ത കൊടുത്താലോ? വേണ്ട. പകരം ശിഥിലമായ കുടുംബജീവിതം കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച പ്രശസ്ത നടന്റെ ഭാര്യ കൊടുക്കും. ആരാ സർ അത്? അത് വായനക്കാര് തെണ്ടികളൊക്കെ ഊഹിച്ചെടുക്കട്ടെ. മാം, ഇന്നലെ തൃശ്ശൂരിൽ നടന്നതാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ റോബറി. പക്ഷേ പോലീസ് പിടിച്ചത് ഏതൊരു പാവത്താനെയാണ്. പാവോ? കക്കാൻ ചെന്നിട്ടല്ലേ അയാൾ പോലീസ് പിടിച്ചത്? മാം, അത് റോബറി അറ്റംപ്റ്റ് മാത്രമാണ്. സോറി മാം, അത് റോബറി അറ്റംപ്റ്റ് ആണ്. പക്ഷെ അയാൾക്കെതിരെ അയാൾ ചെയ്യാത്ത 12 കേസസ് ആണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. വക്കീലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഗണേശ, നമുക്കിതിലൊന്നും ചെയ്യാനില്ല. ദിസ് ഇസ് ഗോൺ ടോട്ടലി ഔട്ട് ഓഫ് ഹാൻഡ്. ഇങ്ങനെ ഇമോഷൻസ് വെച്ചുകൊണ്ട് മാത്രം ചിന്തിക്കില്ല ഗണേഷ്. ബി പ്രാക്ടിക്കൽ. ഗണേഷ്, ഗ്രേറ്റ് റോബർ സ്റ്റോറി വർക്ക് ആവും. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. വിളിച്ചപ്പോൾ പറഞ്ഞല്ലേ ഞാൻ. ജസ്റ്റ് ക്യാൻസൽ ഇറ്റ്. ഇനി ജയഗണേഷിന്റെ കഥയൊന്നുമില്ല. വൈ? ബിക്കോസ് യു ഫൂൾ. അതാണ് സത്യം. എന്നത് റിയലൈസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. That's it. We have to do this. അനൗൺസ് ചെയ്തല്ലേ നമ്മള്. അതല്ലെങ്കിൽ എനിക്ക് കൺവിൻസിംഗ് ആവുന്ന ഒരു റീസൺ ഇതാ. ജസ്റ്റ് റിലാക്സ്. ചിലപ്പോൾ വേറൊരു വലിയ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഒന്ന് കൺഫേം ആവട്ടെ. ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ? I am the beacon of hope. ആയിക്കോട്ടെ. Hero, it's my birthday. ഹാപ്പി ബർത്ത്ഡേ. പോലെ മാറാൻ വൈകുന്നേരം പാർട്ടി ഉണ്ട്, വരില്ലേ? അല്ല, എനിക്ക് കുറച്ച് പണിയുണ്ട്. നീ പോ. അയ്യോ, വരണം പ്ലീസ്. ഹെവി പ്ലീസ്. Why are you always so upset? എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയ ഫസ്റ്റ് ആ കാല് ശരിയാക്കി തരും, അറിയോ? ഹീറോ, I still believe in miracles. ഹലോ. സീരിയൽ റോബറി നടത്തിയ ആളെ കുറിച്ച് ഇൻഫർമേഷൻ തന്ന ആളാണ് ഞാൻ. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ത് മിസ്റ്റേക്ക്? ഇന്നലെ പണപ്പുറം കുറീസിൽ മോഷണം നടത്തിയ ആളാണ് യഥാർത്ഥ പ്രതി. സാർ, അവിടെ കസ്റ്റഡിയിലുള്ള ആള് ഇന്നസെന്റ് ആണ്. നിങ്ങളാരാ? അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ കേസെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്കൊക്കെ തമാശ കളിക്കാനുള്ളതാണ് സൈബർ സെൽ. വെച്ചിട്ട് പോടും.
ഞങ്ങളൊന്ന് വെളിയിലേക്ക് ഇറങ്ങുക. നീ രാത്രി പാർട്ടിക്ക് വരില്ലേ? നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ഹാപ്പി ബർത്ത്ഡേ അയാൾ. കഴിച്ചോ? എല്ലാവർക്കും കൊടുക്കാൻ. എന്താടോ ഇവിടെ തനിച്ചിരിക്കുന്നത്? അങ്ങോട്ട് വാ. ഒന്നുമില്ല സർ. ആക്ച്വലി നിങ്ങളെ പോലത്തെ ആൾക്കാരെല്ലാവരും മെയിൻ സ്ട്രീമിലേക്ക് കയറി വേണം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തുതരും. എല്ലാം നമുക്ക് ശരിയാക്കാം. അല്ലേടോ? പിന്നല്ലാണ്ട്. ആ നടക്കട്ടെ. എൻജോയ് ദ പാർട്ടി. ആ നല്ല ടേസ്റ്റാ. അമ്മ ഞാൻ ഇപ്പൊ വരാട്ടോ. ആയാ ഹീറോ 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 നിന്നെ ദാ ഗോച്ചാ. ഐ ന്യൂ യു വുഡ് കം. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ? ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ നോക്കട്ടെ. ആ എനിക്കിത് മതി. ശരി, ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പോട്ടെ. ഏയ് പോവാതെ. എന്താ ഇത്? നിനക്ക് വാശി കൂടുന്നുണ്ട്. നിന്റെ ഫ്രണ്ട്സ് ഒപ്പം കളിച്ചുകൂടെ? ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ഗിഫ്റ്റും തന്നില്ല. ശരി, എന്താ വേണ്ടേ? ലെറ്റ്സ് റേസ്. ധൈര്യം ഉണ്ടോ? ശരി, വാ. യെസ്. റെഡി ടു ലൂസ് ഹീറോ? നിനക്ക് ഈ ബർത്ത്ഡേ ദിവസം തന്നെ തോൽക്കണല്ലേ? ഞാൻ തോക്കില്ല. ഐ ആം സൂപ്പർമാൻ. ശരി, വാ. റെഡി? റെഡി 1 എന്താ നിധി? രാവിലെ പറഞ്ഞ സംഭവം വർക്ക്ഔട്ടായി. വൺ ബ്രേക്ക് ത്രൂ. ഉമാമൂർത്തിക്ക് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഏത് മൂർത്തി? മൂർത്തി ഗ്രൂപ്പ് ചെയർമാൻ. നാളെ നമുക്ക് ട്രിവാൻഡ്രം വരെ പോയി മാഡത്തിനെ ഒന്ന് കാണണം. ഞാൻ വരണോ? പിന്നെ ഗണേശല്ലേ ഇതിന്റെ USP. ഷുവറായും വരണം. നാളെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. ഗണേഷ്, ഐ ഫീൽ സംതിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ നാളെ കാണാം.